CBSE ക്ലാസ് 12 റിസൾട്ട് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതാണ്ട് 85% ആണ് വിജയ ശതമാനം. അപ്പോൾ ആദ്യം തന്നെ വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി വിജയിച്ച പല കുട്ടികളും പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മാർക്ക് അവർക്ക് കിട്ടിയില്ല എന്നാണ്. അതിന് അവർ കുറ്റം പറയുന്നത് CBSEയുടെ പുതിയ വാല്യുവേഷൻ സ്കീമായിട്ടുള്ള OSM-നെയാണ്, അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ്. അതായത് ഇവർ റിട്ടേൺ ആയിട്ട് എഴുതിയ ഈ പേപ്പർ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് സ്ക്രീനിൽ സിസ്റ്റം വഴി വാല്യൂ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഇത് വാല്യൂ ചെയ്തിരിക്കുന്നത് എന്തായാലും മനുഷ്യർ തന്നെയാണ്, അത് മെഷീനല്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന മാർക്ക് കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വാല്യൂ ചെയ്തിരിക്കുന്ന മെഷീൻസ് അല്ല, മനുഷ്യർ തന്നെയാണ്. പക്ഷേ ആരാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്, എത്ര ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് വാല്യൂ ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. ഏതായാലും ഇപ്പോൾ ഈ മാർക്ക് കുറയുമ്പോൾ അത് ഈ കുട്ടികളുടെ ഹയർ സ്റ്റഡീസിനെയാണ് ബാധിക്കുന്നത്. കാരണം നമുക്കറിയാം പല ഹയർ സ്റ്റഡീസിനും +2ൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഹയർ സ്റ്റഡീസിനുള്ള ചാൻസ് കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കീമിൻ്റെ ഒക്കെ എക്സാമിന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ +2ൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മാർക്കും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആണ് ഈ ഫൈനൽ മാർക്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി മറ്റേതെങ്കിലും ബോർഡിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ICSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിലോ ഈ പറഞ്ഞ നല്ല മാർക്ക് വാങ്ങി വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യം സ്ഥാനം പിടിക്കാനായിട്ട് സാധിക്കുകയും ഈ കുട്ടികൾ പിന്നാക്കം പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു രീതി അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഈ വാല്യുവേഷൻ CBSEയോട് നമ്മൾ CBSEയുടെ ആ പറയുന്ന വാല്യുവേഷനോട് നമ്മൾ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. CBSE കാണുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന വിയോജിപ്പ് നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ സയൻസ് സബ്ജക്റ്റുകൾക്കാണ് മാർക്ക് പോയിരിക്കുന്നത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്റ്റുകൾക്കാണ് മാർക്ക് പോയിരിക്കുന്നത് കുട്ടികൾക്ക്. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയാൻ നമുക്കറിയാം, ഏകദേശം ഒരു 16 തൊട്ട് 18 മാർക്ക് വരെ MCQ പ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഏകദേശം 8 തൊട്ട് 12 ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്യുവർലി കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ MCQs ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ കുറയും. അപ്പോൾ നിങ്ങൾ തന്നെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറയുന്നത് ഭാഗം എന്ന് പറയുന്നത് ഈ MCQയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ MCQ കിട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അല്ല സാധാരണഗതിയിലുള്ള ഒരു നോർമൽ നമ്മുടെ ഒരു സ്റ്റഡീസ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എൻട്രൻസിന് പ്രാക്ടീസ് ചെയ്യും, നല്ല എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു പ്രതീക്ഷ വെക്കുന്ന 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഡെറിവേഷൻ, മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഡയറക്റ്റ് 5 മാർക്കിന് ഒറ്റ ചോദ്യമായിട്ടല്ല ഇപ്പോൾ ചോദിക്കുക, ഇതെല്ലാം സബ് ഡിവിഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു 4 സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് 2 അറിയത്തുള്ളായിരിക്കും, ബാക്കി 2 ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ മൊത്തം മാർക്ക് നമുക്ക് 5 മാർക്കിൽ 5 പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ 2, 2.5 അല്ലെങ്കിൽ 3 മാർക്കോ ചിലപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുട്ടികൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ +2ൽ കയറിയിരിക്കുന്ന കുട്ടികൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ നമുക്കൊരു ഹയർ സ്കോറിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇപ്പോൾ എഴുതിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പോൾ വ്യാപകമായിട്ട് ഇങ്ങനെ പരാതി വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും തന്നെ റീചെക്കിങ്ങിന് കൊടുക്കുക. വലിയൊരു വ്യത്യാസമൊന്നും, ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ പോലും ഒരു സബ്ജക്റ്റിൽ ഒരു 5-6 മാർക്കിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെങ്കിൽ തന്നെ അത് ടോട്ടലി ഒരു 4 സബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 3 സബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 5% വ്യത്യാസം കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അത്ര മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് റീചെക്കിങ്ങിന് കൊടുക്കുക. ഇനി 85% ആണ് നമ്മൾ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു, ഏതാണ്ട് ഒരു 15% ഫെയിലായിട്ടുണ്ട്. അതിൽ കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് 6% ആണ്. അപ്പോൾ ഈ ഫെയിലായ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളൊരു ഫെയിലായെന്ന് കരുതി ഇത് ഈ പറയുന്ന പോലെ നിങ്ങളുടെ പഠിപ്പിൻ്റെ ഈ പറയുന്ന എൻഡായെന്നോ അല്ലെ ഇത് അതിൻ്റെ അവസാനമായെന്നോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഇനി വരുന്ന ചാൻസ് ഏതാണ്, അതായത് ഇനി നിങ്ങൾക്ക് വരുന്ന ചിലപ്പോൾ സപ്ലിമെൻ്ററി എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ഏതാണോ അതിൽ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ച് നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹയർ സ്റ്റഡീസിന് പോകാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകാം, അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലൈഫിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്.